ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അത് ഓർമ്മയില്ല സാറേ. സാർ അതിപ്പോ അതിലുണ്ടല്ലോ. അദ്ദേഹം പറയട്ടെന്ന്. പോട്ടെ, അച്ഛന്റെ പേരോ? അച്ഛന്റെ പേര് അതെനിക്കെങ്ങനെ അറിയാം? അങ്ങോട്ട് പറയൂ സാറേ. അതിസാഹസികമായ കാഴ്ചയാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇവിടെ കാണുന്നത്. ഓട്ടോ ഓടിക്കാൻ മാത്രമല്ല, ഞങ്ങൾക്ക് അനീതിക്കെതിരെ പോരാടാനും കഴിയുമെന്ന് തെളിയിക്കുകയാണ് നമ്മുടെ ചുണക്കുട്ടികളായ ഓട്ടോക്കാർ. ഒത്തൊരുമയാണ് ഞങ്ങളുടെ ശക്തിയെന്ന്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്കൊരു ആപത്ത് വന്നാൽ ഒന്നിച്ചു നിൽക്കുമെന്ന് തെളിയിക്കുകയാണ് ഞാൻ ഇവിടത്തെ കാക്കിപ്പട. അടിച്ചൊതുക്ക് ചെയ്തേട്ട അവനെ. ആശാന് ഒട്ടും മോശമല്ലാത്ത രീതിയിൽ തിളങ്ങുകയാണ്. എന്നാൽ പഞ്ച് പോരാ ആശാനെ. നമ്മുടെ പഴയ പഞ്ച് വന്നില്ല ആശാനെ. ശ്രദ്ധിക്കാശാനെ, ശ്രദ്ധിക്കേ. അയ്യോ അയ്യോ, കട്ടായല്ലോ. കമല, ഇവരെ കാര്യം നിങ്ങൾ നോക്ക്, ഞാൻ പിള്ളേരെ നോക്കട്ടെ. മകൾ പേടിക്കണ്ട. വിശ്വസിച്ച വന്നില്ലേ? അച്ഛാ, ഞങ്ങൾ ഇവിടെ പൂട്ടിയിട്ടിരിക്കുക. ഇത് എങ്ങനെ ഇവിടെ കേറുക? ഏതില്? അച്ഛനെ ആ വഴി. അച്ഛനാ വരുന്നേ. അച്ഛാ, മകളെ, കൃഷ്ണ അച്ഛാ. ഒന്നുമില്ല. അച്ഛാ, അച്ഛൻ വന്നില്ലേ? പിന്നെ എന്തിനാ പേടിക്കണേ? എന്റെ മക്കൾക്കൊന്നും പറ്റില്ലല്ലോ. ഇല്ല. അപ്പോഴേ പോവല്ലേ? അല്ലെങ്കിലേ നിൽക്കുകയാണെങ്കിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള ചായ ഇവിടെയുണ്ട്, അത് കഴിച്ചിട്ട് പോ. എന്തായാലും കഷ്ടപ്പെട്ട് ഇത്ര ദൂരം വന്നതല്ലേ, എന്തായാലും ആ പെട്രോളിന്റെ നഷ്ടം അതന്നെ നികത്താം. സുസ്മിതേ, നിന്റെ ഈ മുഖം ഉണ്ടല്ലോ, എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ടുള്ള നിന്റെ ഈ മുഖം, അതെനിക്കറിയും. പൊട്ടിക്കരയും. ഇനിയും എന്നോട് പകയുടെ പേരും പറഞ്ഞ് നേർക്ക് നേരെ വന്നോ, ഇപ്പോ ഞാൻ നിന്നെ വെറുതെ വിടുക. കുട്ടികളെ തട്ടിക്കൊണ്ടു പോയതും രോഹിത്തിനെ ഉപദ്രവിച്ചതും അടക്കം ഞാൻ തരുന്ന പിച്ച, എന്റെ ദാനം, ദയ, അതിന്റെ പങ്കും പറ്റി ഇവിടുന്ന് പോവാൻ നോക്കടി. ഈ പാഴ് ജന്മത്തിനെ വിളിച്ചോണ്ട്. ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ലടി. ഇപ്പൊ നീ ജയിച്ചു, അതിന്റെ വിജയം നീ ആഘോഷിച്ചോ. പക്ഷെ നീ നോവിച്ച് അപമാനിച്ചു വിടുന്നത് സുസ്മിതയാ. ആ പകയുടെ അവസാനം ഉണ്ടല്ലോ, നിന്റെ പട്ടടയാ. ജീവനോടെ നിന്നെ ചുട്ടരിക്കുന്ന പട്ടട. അതിലൊരു തിരിവെക്കുന്നത് വരെ ഞാൻ അടങ്ങില്ല. സുസ്മിതയായി പറയുന്നത് മാത്രം ചെയ്യുന്ന സുസ്മിത. നമുക്ക് കാണാം. കാണാം.
കാര്യങ്ങളൊക്കെ വായിച്ചും കേൾപ്പിച്ചും ബോധ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ അല്ലേ? ഓ സാർ. എന്നാ പിന്നെ രാഘവൻ നായരുടെ ആധാർ കാർഡും വോട്ടർ ഐ ഡിയും ആണ്. ആധാർ അച്ഛന്റെ പോക്കറ്റിലുണ്ടോ നോക്ക്. ആധാറ് അത് അച്ഛന്റെ പോക്കറ്റിലുണ്ട്. എന്റെ പോക്കറ്റില്. ആ സാർ, ഇതിനൊക്കെ ആവശ്യമുണ്ടോ? സാറേ, ഏത് കുട്ടിക്കും കണ്ടാലറിയാം ഈ ഇരിക്കുന്നത് രാഘവൻ നായരാണെന്ന്. ചൂടുവെള്ളത്തിൽ ഒരു പ്രാവശ്യം വീണ പൂച്ചയാ ഞാൻ. പച്ചവെള്ളം കണ്ടാലും പേടിക്കും. ജോലി പോയാലേ എന്റെ മാത്രമേ പോകത്തുള്ളൂ. ഇങ്ങനെ നേര് ഇതാ ഇങ്ങതാ. രാഘവൻ നായരെന്നല്ലേ പേര്? അച്ഛാ, രാഘവൻ നായർ നല്ലേ പേരെന്ന്. അതെ സാർ. ഈ ആധാർ കാർഡിലൊന്നും വ്യക്തമല്ലല്ലോ. ഇത് വെച്ചോണ്ട് എങ്ങനെയാ? അല്ല, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറയാമോ? അല്ല, ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുമ്പോ ജനിച്ച ദിവസവും ഡേറ്റും അതൊന്ന് പറയാമോന്ന്. അതിപ്പം ജനിച്ച ദിവസം എന്ന് ഏതാന്ന് പറയുമ്പോ അത് ഓർമ്മയില്ല സാറേ. സാർ, അതിപ്പോ അതിലുണ്ടല്ലോ. അദ്ദേഹം പറയട്ടെ എന്ന്. അല്ല, പോട്ടെ, അച്ഛന്റെ പേരോ? അച്ഛന്റെ പേര് അതെനിക്കെങ്ങനെ അറിയാം? അങ്ങോട്ട് പറയൂ സാറേ. സ്വന്തം അച്ഛന്റെ പേരറിയില്ലേ? പോട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഒപ്പം നിട്ടെ. കൊടുക്ക. ഇവിടെ ആവശ്യമുണ്ടായിട്ടല്ല, എന്നാലൊന്നിട്ടെ. അച്ഛാ, ഒപ്പിട്. ഇവിടെ ഒരു ഒപ്പിട്ടെ. അച്ഛാ, ഒന്ന് ഓർത്തൊപ്പിട്ടേ. അച്ഛാ, അച്ഛന്റെ ഒപ്പിട്. ഒപ്പിടാൻ ഞാനാടാ. ഒപ്പെന്ന് പറയുമ്പോ